കോഴിക്കോട് തൊഴിലുറപ്പ് ജോലിയിൽ ഉഴപ്പിയ തൊഴിലാളികളെ കയ്യോടെ പിടികൂടി പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി. നൊച്ചാട് പഞ്ചായത്തിലാണ് മിന്നൽ പരിശോധന നടത്തിയത്. തൊഴിലാളികൾ രാവിലെ ജോലിസ്ഥലത്ത് വന്ന് ഫോട്ടോ എടുത്ത് തിരികെ വീട്ടിൽ പോകുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇവർക്കെതിരെ നടപടിക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. നാട്ടുകാരുടെ പരാതിയിലായിരുന്നു പരിശോധന നടന്നത്. സിനോജ് തോമസ് വിവരങ്ങളുമായി. സിനോജ്, ഇപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ തൊഴിലുറപ്പ് ജോലി നടത്തിയിട്ടില്ല എന്നാണോ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ? എന്താണ്? സ്മൃതി, അതായത് ആയിരക്കണക്കിന് തൊഴിലാളികൾ തൊഴിലുറപ്പ് ജോലി കൃത്യമായി ജോലി ചെയ്ത് കൂലി വാങ്ങുന്നുണ്ട്. അതിനിടയിലാണ് കോഴിക്കോട് നൊച്ചാട് പഞ്ചായത്തിൽ നിന്ന് നാട്ടുകാരുടെ ഒരു പരാതി പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന് ലഭിക്കുന്നത്. അതായത് രാവിലെ വന്ന് ജോലി സ്ഥലത്ത് വരുന്നു, ഫോട്ടോ എടുക്കുന്നതിന് ശേഷം പിരിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നു. തിരികെ വൈകിട്ട് ഒരു 4-5 മണിയാകുമ്പോൾ അതേ സ്ഥലത്ത് വന്ന് ഫോട്ടോ എടുത്തിട്ട് മടങ്ങി പോകുന്നതായി നാട്ടുകാർ പരാതി പറഞ്ഞു. അത് അന്വേഷിക്കാൻ വേണ്ടിയാണ് പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അവിടുത്തെ എഞ്ചിനീയറും ഈ നൊച്ചാട് പഞ്ചായത്തിലെ 1-ാം വാർഡിൽ സ്ഥലത്തെത്തുന്നത്. സ്ഥലത്തെത്തിയ സമയത്ത് ഒരു തൊഴിലാളിയെ പോലെ അവർക്ക് അവിടെ കാണാൻ സാധിച്ചില്ല. തുടർന്ന് നൊച്ചാട് പഞ്ചായത്തിൽ തൊഴിലുറപ്പിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി രേഖകൾ പരിശോധിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് അന്ന് രാവിലെ 8 മണിയോടുകൂടി 40ഓളം തൊഴിലാളികൾ ആ സ്ഥലത്ത് വരികയും ഫോട്ടോ എടുക്കുകയും അറ്റൻഡൻസ് രേഖപ്പെടുത്തുകയും അതിനുശേഷം മടങ്ങി പോവുകയും ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഈ തൊഴിലാളികൾ ഇവർക്ക് ഒരു വിശദീകരണമായി മറുപടി നൽകിയിരിക്കുന്നു എന്ന് പറയുന്നത് ഇതിനു മുൻപ് ജോലി ചെയ്ത ദിവസങ്ങളിലെ ചില കൂലി അവർക്ക് ലഭിച്ചിട്ടില്ല. അത് സാങ്കേതിക പ്രശ്നമായിരിക്കാം, ചിലപ്പോൾ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതിൽ വന്ന പിഴവായിരിക്കാം, അല്ലെങ്കിൽ വീഴ്ചയായിരിക്കാം. അതുകൊണ്ട് ആ കൂലി ലഭിക്കാൻ വേണ്ടി ഇത്തരത്തിൽ ചെയ്തതെന്നാണ് ഒരു വിശദീകരണമാണ് അവർ നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇത് മാപ്പാക്കണം, ഒഴിവാക്കണം തരത്തിലാണ് അവർ ഒരു വിശദീകരണമായി നൽകിയിരിക്കുന്നത്. ഏതായാലും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിയോട് ഇത് അന്വേഷിച്ച് വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കാണ് അല്ലെങ്കിൽ തൊഴിലാളികൾ ആരാണ് വീഴ്ച വരുത്തിയത് അവർക്കെതിരെ ഉചിതമായി നടപടിയെടുക്കണമെന്ന് നിർദ്ദേശം ബ്ലോക്ക് പഞ്ചായത്ത് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ UDF പ്രവർത്തകർ നൊച്ചാട് പഞ്ചായത്ത് ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെയാണ് കാണുകയും ചെയ്തിരിക്കുന്നത്. കാരണം ഇത് തുടർച്ചയായ ദിവസങ്ങൾ ഇത്തരത്തിൽ തൊഴിലാളികൾ വരുന്നു, ഫോട്ടോ എടുക്കുന്നു, മടങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി. അതോടുകൂടിയാണ് നാട്ടുകാർ പരാതിയുമായി ബ്ലോക്ക് പഞ്ചായത്തിനെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായത്. നാട്ടുകാരുടെ പരാതിയിലാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.